ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പം നമുക്ക് എങ്ങനെ ഇറച്ചി മസാലക്കൂട്ട് തയ്യാറാക്കാമെന്നുള്ളതാണ്. അതിനുവേണ്ടി ഞാനൊരു സ്പൂണ്, ഇതൊരു ടീസ്പൂണാണ്, ഇതിന് 1:5 എന്ന കണക്കിനാണ് ഞാൻ ഇതിൻ്റെ അളവെടുത്തിരിക്കുന്നത്. മെയിനായിട്ട് നമ്മുടെ ഇൻഗ്രീഡിയൻസ് പെരുംജീരകം, പട്ട, ഏലക്ക, ഗ്രാമ്പു, പിന്നെ ഇത് ആണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ്. ഇത് മാത്രം വെച്ച് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ അളവെന്ന് പറഞ്ഞാൽ 1:5 ആണ്. 1:5 എന്ന് പറഞ്ഞാൽ ഈ പെരുംജീരകം 5 സ്പൂണും ബാക്കിയെല്ലാം ഓരോ സ്പൂൺ വെച്ച് 1:5 അങ്ങനെയാണ് അതിൻ്റെ അളവ് വരുന്നത്. പിന്നെ ഉള്ളത് ഇത് തക്കോലം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതാണ് തക്കോലം. ഇത് ഓപ്ഷനിലാണ്. അതുപോലെ തന്നെ ജാതിപത്രിയും ഇത് നിങ്ങൾക്ക് ഓപ്ഷനായിട്ട് ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒരു പാനിൽ വെച്ചിട്ട് നമുക്ക് ചൂടാക്കാം. ചെറുതായിട്ട് ചൂടാക്കിയാൽ മതി. എന്നിട്ട് ബാക്കി നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. അടുപ്പ് കത്തിച്ചു. ഇന്നത് നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. നമുക്ക് എല്ലാം കൂടെ കൂട്ടിയിളക്കിയിട്ട് ചില ആൾക്കാർ സെപ്പറേറ്റ് ഇട്ട് ചൂടാക്കാറുണ്ട്. ഞാനിതെല്ലാം കൂടി ഒരുമിച്ചിട്ടാണ് ചൂടാക്കുന്നത്. ഇത് ചെറുതായിട്ട് ചൂടായിട്ടുണ്ട്. ഒത്തിരി ചൂടായിട്ട് വറുത്ത് കരിഞ്ഞൊന്നും പോകരുത്. ചെറുതായിട്ട് ചൂടായാൽ മതി നമുക്ക് മിക്സി പൊടിക്കാനായിട്ട് മാത്രം. ഒത്തിരി അങ്ങ് വറക്കേണ്ട കാര്യമില്ല. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇത് ഞാൻ എന്നിട്ട് ഒരു മിക്സിയുടെ ബൗളിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട്. ചെറിയ ചൂടിൽ തന്നെ നമുക്കിത് പൊടിച്ചെടുക്കണം. ഒത്തിരി തണുക്കാനായിട്ട് അനുവദിക്കരുത്. ചെറിയ ചൂടിൽ പൊടിയുമ്പോൾ വേഗം നമുക്ക് പൊടിഞ്ഞ് കിട്ടും. നമുക്കിത് ഞാൻ പൊടിക്കാം ഇപ്പം കേട്ടോ. എല്ലാം കൂടെ പൊടിച്ച് ആക്കിയിട്ടുണ്ട്. ചില ആൾക്കാർക്ക് നൈസായിട്ട് പൊടിക്കുന്ന ഇഷ്ടം, ചില ആൾക്ക് ചെറിയ തരിതരിപ്പിലൂടെ, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പൊടിക്കാം. അങ്ങനെ ഇത് പൊടിച്ചു. ചെറിയ ചൂടോടെ ഇരിക്കുന്നത്. ഇത് നിങ്ങൾ ഇപ്പോൾ കുപ്പിയിലിട്ട് വെക്കുവാണെങ്കിൽ അടയ്ക്കരുത്. നല്ലോണം ചൂടാറിയതിന് ശേഷം മാത്രം അടച്ചിട്ട് ഉപയോഗിക്കുക. പിന്നെ കുറച്ച് നമുക്ക് മസാല പൊടിച്ച് എടുക്കുന്നതാണ് നല്ലത്. കുറച്ച് നാളത്തേക്ക്, 2 ആഴ്ചത്തേക്ക് 3 ആഴ്ചത്തേക്ക്. അപ്പോൾ എപ്പോഴും നമ്മൾ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. ഒത്തിരി നാളത്തേക്ക് പൊടിച്ച് കഴിയുമ്പോഴത്തേന് അതിൻ്റെ മണമൊക്കെ പോകുമല്ലോ. അപ്പം ഇതിങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നാളത്തേക്ക്, 2-3 ആഴ്ചത്തേക്ക് കുപ്പിയിലടച്ച് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. നാട്ടിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്. ചില ആൾക്കാരൊക്കെ ഫ്രിഡ്ജിൽ വെക്കും മസാലപ്പൊടി പൊടിച്ച് കഴിഞ്ഞിട്ട്. അങ്ങനെ പൊടിച്ചിട്ട് വേണം നമുക്കങ്ങനെ വെക്കാം. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ ഉള്ളി തിങ്ങ് നമ്മളിത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത് ചൂടായിട്ടിരിക്കുക. കുപ്പിയിലിട്ടതിന് ശേഷം വളരെയധികം നല്ലോണം തണുത്തതിന് ശേഷം മാത്രം അടച്ചു വെക്കുക. അല്ലെങ്കിൽ അത് പൂത്തു പോകും. അല്ലെങ്കിൽ അതിനകത്ത് ഈർപ്പം കെട്ടിയിട്ടൊക്കെ പൂക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ കുപ്പിയിൽ അടച്ചു വെക്കുമ്പോൾ കുറച്ച് നേരം അത് തുറന്ന് അതിൻ്റെ തണുപ്പൊക്കെ ആക്കിയിട്ട് വെക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഓക്കെ, എന്നാൽ ശരി, ബൈ.